തികച്ചൊരു ആനന്ദഗാനമായി മാലാഖമാർ വന്നു തൂകുന്നു സ്നേഹത്തിൻ ദീപം തെളിഞ്ഞിടുന്നു. അങ്ങനെയല്ലേ അതിന്റെ അതിനെ അങ്ങ് ഞാൻ വേദിപ്പത്തെടുത്ത് അടിക്കട്ടെ. പിന്നെ നമ്മൾ 7000 രൂപ കോസ്റ്റ്യൂം ഇട്ടോണ്ട് വരേണ്ടത് 20 രൂപ കയ്യിൽ കൊടുത്തോണ്ട് എന്റെ ക്രിസ്മസ്. നോബി ചേട്ടാ സത്യസന്ധമായിട്ട് പറ, ഇവിടെ പോവാ ടീമായതാണോ? നോബി ചേട്ടാ ഒരു കാര്യം പറയട്ടെ, ക്രിസ്മസിന് നമ്മൾ ഇങ്ങനെ പോയിട്ട് ഹാപ്പി ക്രിസ്മസ് അങ്ങനെയല്ലേ പറഞ്ഞത്? നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓളം വെച്ചിട്ടാണ് ക്രിസ്മസ്. അല്ല, ആദ്യം നമ്മൾ ഇത്തിരി സ്റ്റാൻഡേർഡ് കാണിക്കണം. നമുക്ക് അങ്ങനെ അർമാദിക്കുള്ള സമയം വരുന്നല്ലേ ഉള്ളൂ. ഇനി ഒരാഴ്ച ഉണ്ടല്ലോ. പൊളിക്കാൻ തുടങ്ങണല്ലേ ഉള്ളൂ. ഭയങ്കര സൂപ്പർ നല്ല രസമുണ്ട് കേട്ടാ. ഇത് ഒരു രക്ഷയല്ല കേട്ടോ. ഇത് ഇത്രയും ഗംഭീര സെറ്റ് ആണെങ്കിൽ എനിക്ക് മനസ്സിലായി ആരാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഈ ചില ആൾക്കാരുടെ വരവിന്റെ മുമ്പ് നമ്മൾ ഭയങ്കര ഇടിമിന്നല് അല്ലെങ്കിൽ നക്ഷത്രം ഒക്കെ കാണത്തില്ലേ? എന്റെ കല്യാണത്തിന് അങ്ങനെയായിരുന്നു. അത് തീരുന്നതിന്റെ ട്രിവാൻഡ്രത്ത് അന്ന് ഏറ്റവും നല്ല മഴ പെയ്ത ദിവസം. അതെ അതെ, കടല് കരയെ കയറി, വെട്ടുകണക്കിന് കര കയറി. തമ്പാനൂര് ഇത്ര വെള്ളം ഉണ്ട്. രാഹുലിന്റെ അച്ഛൻ ഇങ്ങനെയാണ്. എന്ന് പറയുന്ന പോലെ നമ്മുടെ യേശുക്രിസ്തു പിറന്നു എന്നുള്ളത് നമ്മൾ അറിയുന്ന ഈ പറയുന്ന പോലെ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിന്റെ ഇത് വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്ന് പറയുന്ന പോലെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയും കിടിലം സെറ്റ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടി ആ ഒരു വ്യക്തിയുടെ കിടിലം വരവിന് വേണ്ടിയുള്ള സെറ്റ് വർക്കാണ് ഗൈസ് ഇത്. ആരാന്ന് എനിക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തോ കുറേശ്ശി വേണം. ശരി, ഈ വ്യക്തിയുടെ പേരിൽ ഒരു കലയുണ്ട്. എനിക്ക് മനസ്സിലായി. ആരാ? ശ്രീകല, കലാവതി, കലാനിധി മാരൻ. അല്ലല്ല, ഇദ്ദേഹത്തിന് സ്വന്തമായി ഭവനമുണ്ട്. അയ്യോ സോറി, എനിക്കില്ല. അച്ഛന്റെ പേരില്ല, കുറച്ച് നാൾ കഴിഞ്ഞ് എഴുതി തരത്തുള്ളൂ. ആ ചെല എന്ത് ചെയ്യണം? അതിന്റെ പോക്ക് നോക്കിയിട്ട് തരാൻ വേണ്ടി വെച്ചേക്കണത്. ശരി, അതവിടെ ഇരിക്കട്ടെ. ഇതൊന്നും അല്ല ഗൈസ്. എന്നാ ഞാൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാം. ഇതിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. കോമഡി മാസ്റ്റേഴ്സിൽ ക്രിസ്മസ് ആഘോഷമായി കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ട്രീ പൊങ്ങി സ്റ്റാർ വരുന്നതിനെക്കാട്ടിലും മുമ്പ് ഈ സ്റ്റാർ ആയിരിക്കും നമ്മുടെ ഈ വേദിയിൽ വരുന്നത്. ആ നക്ഷത്രം ആരാന്ന് കാണണമെങ്കിൽ ദാ നോക്ക. Happy Christmas. ഹാപ്പി ക്രിസ്മസ്. Thank you. എന്തോ ഇവരൊക്കെ ഇങ്ങനെ നിക്കുവായിരുന്നു ആരാ വരുന്നേന്നുള്ള അറിയാൻ പറ്റി. പക്ഷെ എനിക്ക് സെറ്റപ്പ് കണ്ടുപിടി മനസ്സിലായി ഷാജൻ ചേട്ടനായിരിക്കും ക്രിസ്മസ് പൊളിക്കാൻ വേണ്ടി വരുന്നത്. പിന്നല്ല, ക്രിസ്മസ് ആണെങ്കിൽ പിന്നെ നമ്മളിവിടെ വരാതിരിക്കും. ഓഫ് കോഴ്സ് യെസ്, പൊളിക്കാണ് നമ്മളിപ്പോ. പവറായി ചേട്ടാ. ഞാൻ നമ്മൾ ഞെട്ടി നോക്കിയപ്പോഴേ ഉദപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങി തിരിച്ച് കുടുംബത്തിലേക്ക് വന്നതിൽ എന്ത് തോന്നുന്നു ഷാജൻ? വളരെയധികം സന്തോഷം. അതും ഇതുപോലൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് പ്രമാണിച്ച് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ ഇനി മൂലം കൊണ്ട് തകർക്കുന്നു, പൊളിക്കുന്നു, പൊളിച്ചെടുക്കുന്നു. അല്ല സംഭവങ്ങളൊക്കെ എവിടെ? എന്താ വേണ്ടേ ചോദിക്കും, ഓരോന്നോരോന്നായിട്ട് ചോദിക്കും. കേക്കാണ് നമ്മൾ ക്രിസ്മസിന് നമ്മൾ ആദ്യം നമുക്ക് പ്ലം കേക്ക്. പ്ലം കേക്ക് എവിടെ? ഒരു കാര്യം ചെയ്യ്, കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് കേക്ക് മിക്സ് ചെയ്യണം, എന്നിട്ട് അത് ബേക്ക് ചെയ്യാം. അറിയാലോ? റെഡിയോ? അങ്ങനെ കേക്ക് മിക്സിംഗ് സെറമണി നമുക്ക് ഇപ്പൊ നടത്തിയാലോ? വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളെല്ലാരും ഉണ്ട്, കുടുംബക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് തന്നെ മിക്സ് ചെയ്ത് നമുക്ക് തന്നെ കേക്ക് ഉണ്ടാക്കാണെങ്കിൽ അടിപൊളിയായി. Ta-da!
അപ്പൊ ആ കേക്ക് മിക്സിംഗ് സെറമണിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ശരിക്കും കേക്ക് മിക്സിംഗ് സെറമണിയിൽ തലമൂത്ത ഒരാളാണ് ആദ്യം ഇത് മിക്സ് ചെയ്യാൻ നിൽക്കേണ്ടത്. ഓ തലയ്ക്ക് മൂത്താണെന്നുണ്ടെങ്കിൽ നോബി തന്നെ ചെയ്യണം. 420 അണ്ടിപ്പരിപ്പുണ്ടായിരുന്നു, 6 എണ്ണം മിസ്സിംഗ് ആണ്. ഇടാടാ, അവന് കുട്ടിയെ ഇതോണ്ട് പോകരുത്, നിർത്തിടാ അങ്ങോട്ട് ഇട്. അങ്ങനെ അത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാരും ചെക്ക് ചെയ്യണം. 420 6 എണ്ണത്തിൽ 5 എണ്ണം പോയത് എവിടെയാന്ന് എനിക്കറിയാം. അത് മിസ്സിന്റെ കൊണ്ടുപോയി. മിക്സിംഗ് കൊണ്ടുവരുന്നു. ശരി, നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് ഇന്റർനാഷണൽ സ്റ്റൈലിൽ Okay, നമുക്ക് തുടങ്ങാം. സോ കേക്ക് മിക്സിംഗിന്റെ നമുക്കറിയാം പ്ലം കേക്ക് എന്ന് പറയുന്നത് റിച്ച് ഓഫ് വാട്ട് ഡ്രൈ ഫ്രൂട്ട്സ്. ഓക്കെ, അപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നുള്ളൂ. വൈൻ ഒഴിക്കുന്ന സെറമണിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഗ്ലൗസ് ഊരരുത് കേട്ടോ. ടൈമുണ്ട്. മിക്സ് ചെയ്തോ. ഇങ്ങനെ വേണത്. ഒരു പച്ചവളം കൂടെ വേണമായിരുന്നു. അതല്ല, പണ്ട് സ്കൂളിൽ നിന്ന് കഞ്ഞിപ്പരയില് കഞ്ഞി കുടിക്കുന്ന ഓർമ്മ ഓരോ പ്ലാവനോട് കിട്ടിയത്. എടാ അങ്ങനെ മാറ്റി വെക്കരുത്. സോറിടാ. നമ്മള് മിക്സ് അതെ, ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞ് കേക്ക് ഉണ്ടാക്കും? അതായത് മിക്സ് ചെയ്യുന്ന ഇതിന്ന് നമ്മള് ഓ മാൻ ഒരു രക്ഷയില്ല കേട്ടോ. പോളി പോളി പോളി. ഓക്കെ, ഇത് ഇനി നമ്മള് ഈ വൈനിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് കുറച്ച് നേരമല്ല കുറച്ച് ദിവസങ്ങൾ ഇരിക്കണം. നമ്മൾ വൈനൊക്കെ ഒഴിച്ച് ഇറ്റ് സ്മെൽസ് റിയലി ഗുഡ് എന്ന് വെച്ചാൽ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. അപ്പൊ ഇത് ഇനി കുറച്ച് ദിവസത്തേക്ക് ഇരുന്ന് സെറ്റ് ആവും. എന്നിട്ട് വേണം നമുക്ക് പ്ലം കേക്കിലേക്ക് ഇതിട്ട് പ്ലം കേക്ക് ആയിട്ട് ഡിസംബറിൽ കഴിക്കാൻ. ഓക്കെ ഓക്കെ, അപ്പൊ കേക്ക് മിക്സിംഗ് സെറമണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഗൈസ് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റൈലിൽ നമുക്ക് കാണുന്ന രീതിയിൽ ഷാജൻ ചേട്ടാ ഒരു മ്യൂസിക് ഒക്കെ ആയാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് വൈബ് ചെയ്യാൻ വേണ്ടി. പിന്നെ ആ ലെവലിൽ നമ്മൾ മ്യൂസിക്, അറ്റ്മോസ്ഫിയർ, ഡാൻസ്. അതൊരു ഇന്റർനാഷണൽ സ്റ്റൈൽ ഒരു സാക്സഫോൺ ആണെങ്കിലോ അതിന്റെ കൂടെ ഒരു വൈബ് ഒക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു ക്രിസ്മസ് ബേക്കിങ്ങിന്റെ ഒരു മൂഡൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം മനോജ് സ്വാമി.
താങ്ക് യു സോ മച്ച്. വളരെ വളരെ സന്തോഷം. ഓ ഈ അടിപൊളി സ്റ്റൈൽ കേട്ടാണ്, അടിപൊളി. ഓക്കെ, വളരെ സന്തോഷം. മനോജൻ ഓരോ തവണയും ഭയങ്കര ഡിഫറെന്റ് സ്റ്റൈലിലാണ് വരുന്നത്. അപ്പൊ ഇത്താഴത്തെ സ്റ്റൈലും അല്ല, മറ്റൊന്നുമല്ല, അത് നമ്മൾ TV ഷോ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഏറ്റവും വലിയൊരു നിധിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കാണുന്നതാണ്. ഞാനിപ്പോൾ ഇത് 3-ാമത്തെ വർഷമാണ് എനിക്ക് ദൈവം സഹായിച്ച് ഞാൻ അമൃത ചാനൽ പ്രോഗ്രാം ചെയ്യുന്നത്. അതിൽ എനിക്ക് നമ്മുടെ അജയൻ ചേട്ടൻ എനിക്കൊരു പേര് തന്ന മറ്റൊന്നുമല്ല, സാക്സഫോൺ സ്വാമി എന്നും എനിക്ക് അന്ന് എനിക്ക് സ്റ്റൈൽ മന്നമ്മൻ്റെ ഒരു പേര് എനിക്ക് കിട്ടും. മറ്റൊന്നുമല്ല, അതൊരു സന്തോഷമായിരുന്നു. എനിക്ക് അങ്ങനെ കുറേ പ്രോഗ്രാം, ഇഷ്ടംപോലെ പ്രോഗ്രാം കിട്ടുന്നുണ്ട്. അത് ദൈവം സഹായിച്ച് എനിക്ക് അഭിമാനം. അപ്പൊ അതേപോലെ ക്ഷമിക്കണം കേട്ടോ ചേട്ടാ, ആ പേര് എനിക്ക് വിളിക്കാൻ പറ്റും അത് തോന്നുന്നു. വേണ്ട വേണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. കുളുക്കു സാരമില്ലടാ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ചാഞ്ചേടാ എന്തോ ആ പറഞ്ഞ എന്താണ് ഈ കുടുംബത്തിൽ കയറുന്നത് എപ്പോ ഇവിടുന്ന് പോയത്? വീട്ടിൽ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചാഞ്ചേടാ തുടങ്ങ അടുത്തയിലേക്ക്. അടുത്ത പരിപാടിയിലേക്ക് പോയപ്പോ മനോജേട്ടാ മെരി ക്രിസ്മസ്. അടുത്ത വർഷം ഗംഭീരാവട്ടെ, ഇതിലും ഗംഭീരം തിരക്കാവട്ടെ. ഇതിനിടയ്ക്ക് വേറെ ഞങ്ങളുടെ ഐറ്റം ഉണ്ട്, കാണാൻ റെഡിയാണോ? എന്താണ്? മക്കളെ, നമ്മുടെ സ്ഥിരം താരം കോമഡി മാസ്റ്റേഴ്സിൽ ഇനി full on fire. കാര്യം പറയാം. എന്തോ തീക്കളിയാണ്. എന്തിനാ തീക്കളി? അണ്ണാ ഒരു കാര്യം ചെയ്യ്. കൈയും കാലം മറക്കുന്നില്ലടാ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടിക്കുമ്പോ കുറേശ്ശെ അടിക്കണമെന്ന്. ആരടിച്ച്? നീ ഇന്നലെ അടിച്ചില്ലേ? 2 പെഗ്. 2 പെഗോ? അതിന്റെ അപ്പുറത്ത് ഒരു 2 കൂടെ ഉണ്ടായിരുന്നു. 22 പെഗ്. ആ 20 തൊട്ടാ നീ എണ്ണാൻ തുടങ്ങിയത്. എന്തുവാണ് എന്റെ പ്ലാനിങ്? അത് പറ. എന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ആങ്കറിങ് പഠിക്കാനെന്ന വ്യാജേന നമ്മൾ ഇവിടെ വരുന്നു. ഇത് ആരാണ് നമ്മൾ ഇവിടോട്ട് ക്ഷണിച്ചെന്ന് പറയാം? ആരാ? കുട്ടിയകലില്ലേ? കുട്ടിയകൽ എന്റെ ശിഷ്യനായിരുന്നല്ലോ. എങ്ങനെ? പണ്ട് ഇവൻ ചെറുപ്പത്തിൽ എന്നെ പോക്കറ്റ് അടിക്ക് സഹായിച്ചോണ്ടിരുന്ന ആളാണ്. പിന്നെ ഉമിക്കരി കയറി, പിന്നീട് സിനിമയിൽ കയറി. ഉമ്മിക്കരിയോ? ഒരു ഇതല്ല മിമിക്കറി. നമ്മൾ ഇവിടെ വന്നേക്കുന്ന ആങ്കറിങ് പഠിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കയറുന്ന കംപ്ലീറ്റ് സാധനം അടിച്ചു പറ്റുന്നു, ഇവിടുന്ന് മുങ്ങുന്നു. Okay. പഞ്ഞിമരമാണോ ഇത്? ക്രിസ്മസിന് ഒരുക്കി വെച്ചേ. ഇതിനാണ് തുടങ്ങാം. റെഡി. Ready, sir? റെഡി. കോമഡി മാസ്റ്റേഴ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ ബ്രേക്ക് ആയിരുന്നല്ലേ? ആരാണ് പിന്നിൽ? ആരാണ്? അയ്യോ ഗായകൻ ഹരിഹരന്റെ ഫിഗർ ചെയ്യുന്ന അതും 2 പേരാണ്. കാര്യം പറ. അയ്യോ, നിങ്ങൾ പെർഫോം ചെയ്യാൻ വന്നാണ്, എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞങ്ങള് സത്യത്തില് ആങ്കറിങ് പഠിക്കുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നല്ലോ. അഖില് കുട്ടികൾ പറഞ്ഞില്ലേ, ആങ്കറിങ് പഠിക്കാൻ വന്നതാ. ആങ്കറിങ് പഠിക്കാനോ? പഠിക്കാൻ വേണ്ടി വന്ന 2 വിദ്യാർത്ഥികളാണ്. ആങ്കറിങ് പഠിക്കാൻ വന്നവരെന്തിനാ ഈ ഷോയിൽ വരുന്നത്? ഇവിടെ അല്ലല്ലോ വരേണ്ടത്. പിന്നെ ആങ്കറിങ് പഠിക്കാൻ ഷോയിലല്ലാതെ ഷോക്കേസിൽ കയറി ഇരിക്കാൻ പറ്റും. അല്ല, ഈ കുട്ടി അഖിൽ, നീ ഇവിടുന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോ ഇതൊക്കെ എന്താണ്? ഓരോരോ ടൈപ്പ് സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് ഇറങ്ങണ്ടല്ലോ. ചേച്ചി, ഞാൻ അങ്ങനെയാണ് ചേച്ചി. ഞാൻ ആരും അവയോടെയില്ല. എന്റെ അടുത്ത് ആരെന്ത് ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കും. എല്ലാരും ഇങ്ങോട്ട് അത് എല്ലാരും ഇവിടെയാണ് അയച്ചോണ്ടിരിക്കുക. നാട്ടിൽ നിന്ന് ഇവര് വന്നു, അവര് വന്നു. എന്താ പേര്? ഹായ്, എന്റെ പേര് എലീന പഠിക്കൽ. ആ, കയ്യിലിരിപ്പ് നന്നാണോ? അതുകൊണ്ടാണ് പഠിക്കാൻ തന്നെ നിർത്തിയത്. ഞാൻ ഹായ്, എന്റെ പേരെന്താ? എന്റെ പേര് രഘു. രഘു. ഓക്കെ, ശരി. നമുക്കപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഇവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങക്ക് എങ്ങനത്തെ ആങ്കറിംഗ് വേണ്ട? ഷോയിന്റെ ആങ്കറിംഗ്. അയ്യോ, കണ്ടിന്യൂറ്റി മിസ്സിംഗ് ആയി. ഏജ് അല്ല, എന്റെ ഒരു റിംഗ് ഉണ്ടായിരുന്നു, അതിപ്പോ കണ്ടിന്യൂറ്റി മിസ്സിംഗ് ആയി പോയെന്ന് തോന്നുന്നു. കുഴപ്പമുണ്ടോ? അടിച്ചിട്ട് പോയാ? തോണ്ടിയല്ലടാ. ഇല്ല, അവിടെ അയ്യോ, അത് ചിലപ്പം അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എടുക്കാൻ മറന്നതായിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴല്ലായിരുന്നു. അല്ലല്ല, ഇപ്പൊ കുറച്ച് നേരം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. മേക്കപ്പ് റൂമിൽ അവിടെ ഒന്ന് നോക്കി. അവിടെ ചിലപ്പോ കുഴപ്പമില്ല, വിട്ടേക്ക് സാരമില്ല. ഗോൾഡ് ഒന്നും അല്ലെന്നേ, ഇതുപോലത്തെ ഇമിറ്റേഷൻ ആണ്. താങ്ക് യു. ഇത് നല്ലൊരു ബിഹേവിയർ ആണ്. അതായത് ഒരു ആങ്കറിന് വേണ്ടത്. എടുക്കുമ്പോ സ്വർണം നോക്കി എടുക്കണ്ടോ? അപ്പൊ എങ്ങനെയാണ് ആങ്കറിംഗ്? നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ആങ്കറിംഗ് ആണ് ചെയ്യാൻ? ഞാൻ എല്ലാ ടൈപ്പും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആണ്. തുടങ്ങണോ അതോ ഇപ്പൊ? ഞാൻ ആദ്യം പഠിക്കാം. ഞാൻ പഠിക്കാം. നീ അല്ല, ഞാനാണ് ആശാൻ. ഞാൻ ആദ്യം പഠിക്കും. ഞാനാണ് എല്ലാം. അല്ല, ഞാൻ വേഗം തീരുമാനിച്ചിട്ട് ആരാന്നുള്ളത് വരും. എന്താ സംശയം? ഞാൻ തന്നെ.
ഉറപ്പാണോ? ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മൾ ഈ ഒരു ഫ്ലോറിൽ നിൽക്കുമ്പോ ഇത് പല ടൈപ്പ് ആൾക്കാർ കാണുന്നുണ്ട്, പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിന് വേണമല്ലോ നമ്മുടെ അതെ. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ കുറച്ച് ഫ്രീ ആയിട്ട് വേണം, നമ്മൾ ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡിൽ ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് വേണം എല്ലാരും സ്വാഗതം ചെയ്യാൻ വേണ്ടി. ഒരു ടെസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. Hello everyone and welcome to Comedy Masters. As you all know, this is a really good show and you're all expecting to see more of skits and love from here, and we have our judges here. And hi Diana, hi Novicheta, hi Shweta Titi, hi Hi. How are you? Merry Christmas. Christmas once again. I know, and I think you're really excited with the show for today because we're having a Christmas ambience Totally. here. Yes, We have a lot of people waiting to what's happening here. Bang Okay, so on. let's begin. Yes. Done. ഇതിപ്പോ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. അതായത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തുടങ്ങുന്ന ഒരു സംഭവം. വാ. ഓക്കെ, ഇനി എനിക്കുള്ളത് പറഞ്ഞതാ. അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്കുള്ളത് നിങ്ങൾ പറഞ്ഞു, എനിക്കുള്ളത് പറഞ്ഞതാ. അത് ഈ സംഭവം തന്നെ കയ്യിൽ നിന്നിട്ട് ചേട്ടൻ കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ വാക്കുകൾ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം, കുറച്ചും കൂടെ ഒന്ന് വൈബ്രന്റ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു ഫ്ലുവൻസി ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. യു കൻ ഡു ആസ് യു ലൈക്ക്. ഇപ്പൊ പറഞ്ഞതാണ് ഞാൻ പറയേണ്ടത്. See, because this is a Christmas, so you need to have a lot of people watching this. So you need to say like that. You get it? അതെ, എന്താ പറഞ്ഞാൽ ഒന്നുമില്ല. എടാ, പടി. നിങ്ങളങ്ങ് ഉണ്ടാക്കിയാൽ മതി. അല്ലല്ല, No, come here. പഠിക്കടാ. വളരെ സിമ്പിൾ ആണ് ഇത്, ടെൻഷൻ അടിക്കേണ്ട അല്ല, ചേച്ചി, കാര്യം. ഒരു കാര്യം ചോദിച്ചോട്ടെ, വീട്ടിൽ ഇംഗ്ലീഷ് ആയിരുന്നു. ആണോ? എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ക്ലാസ് എടുക്കാം. ഒന്ന് ഇന്ററാക്ട് ചെയ്താൽ മതി എല്ലാവരും. എനിക്കറിയാം, ഇത് എല്ലാവരും എനിക്ക് അറിയാവുന്നതാണ്. അഖില് വന്ന എല്ലാം എന്നോട് പറയാറുണ്ട്. ആണോ? ആയിരിക്കുന്ന കുട്ടിയല്ലേ ഡൈനാമോ? ഡൈനാമോ അല്ല ഡയാന. രണ്ടും ഒന്ന് തന്നെ. അതെങ്ങനെയാ? ഡൈനാമോ സൈക്കിളിലാവുമ്പോ ഇരുന്ന് കറങ്ങും, ഇതിനെ എവിടെയെങ്കിലും കൊണ്ടിരുത്തിയായിരുന്നു ഉറങ്ങും. അറിയാൻ വയ്യത്തണ്ട. അല്ല, അഖിലിന്റെ ഇപ്പുറത്തിരിക്കുന്ന ശ്രീവിദ്യ മുച്ചിരിയല്ലേ? മുല്ലശ്ശേരി. മുല്ലശ്ശേരി. സോറി, മുല്ലശ്ശേരി. അറിയാം, നല്ല പരിപാടിയാട്ടാ. സന്തോഷം. അപ്പൊ നമുക്കിത് കണ്ടു പഠിക്കാം. അല്ല, വന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്തെങ്കിലും കണ്ടുപഠിക്കും. ഇവിടെ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ മാറി നിന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താലും. ഇംഗ്ലീഷിന്റെ 2-3 വാക്ക് ഓ, ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഷെയർ ഇറ്റ്. എല്ലാം വേണ്ട, ഓക്കെ. എന്തായാലും സന്തോഷമുണ്ട് നിങ്ങളെ ഞങ്ങളൊന്ന് പരിചയം. കണ്ടുപിടിക്കാന്നാ. കണ്ടുപഠിച്ചോളൂ. ഓ, ശരി. അതേലേ, എന്തോ മേഡം മനസ്സിലായില്ലേ? ശരിക്കും സൂക്ഷിച്ചൊന്ന് നോക്കിയാ. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല? ഇല്ല ചേട്ടാ. ആർക്കും മനസ്സിലായിട്ടില്ല. സ്പെക്സ് ഒന്ന് ഒരിക്കേ. എന്ത് ആ സ്പെക്സ് ഒന്ന് ഒരിക്കടാ. എന്താ കുഴപ്പം? ആ, ശരിയൊന്ന് സൂക്ഷിച്ച് നോക്കിയാ മനസ്സിലായോ? ഈ ചേട്ടന് ഞാൻ എവിടെയോ ാണ് കഴിഞ്ഞ തവണ ഇവിടെ മറ്റേ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരായിട്ട് വന്ന 2 പേര്. ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ശരിയാണല്ലോ. ആ എന്റെ മേക്കപ്പ് റൂമിൽ നിന്ന് എടുത്ത എന്റെ വാച്ച് എവിടെ? എന്റെ വാച്ച് എവിടെ? മേക്കപ്പ് റൂമിൽ നിന്ന് എടുത്ത ഏത് വാച്ച്? ഏത് വാച്ചോ? മര്യാദക്ക് പറഞ്ഞോണം, റോളക്സിന്റെ വാച്ചാ. കണ്ടോ, പരസ്പര വിരുദ്ധമായിട്ട് കാര്യം സംസാരിക്കാൻ. എന്താ പരസ്പരം വിരുദ്ധം? ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാച്ചെന്നാണ് പറഞ്ഞത്. അതെ. പറയുന്നത് റോളക്സിന്റെ വാച്ചാണ്. ഇതെന്താണ് എന്തെങ്കിലും സംസാരിക്കുന്നത്? എന്റെ റോളക്സ് ആണ്. നിങ്ങളോട് അത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാച്ച് മേടിച്ച് നിങ്ങൾ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി അത് മേടിച്ച് കെട്ടുമ്പോ അത് സൂക്ഷിച്ചു വെക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ വേണം. എടാ, റോളക്സ് കമ്പനിയാണ്. അത്രേ അടുത്ത കമ്പനിയുള്ള റോളക്സ് ആ വാച്ച് നിങ്ങൾ സൂക്ഷിക്കേണ്ട നിങ്ങൾ ഉത്തരവാദിത്വം അല്ലേ? എന്റെ നെഞ്ചത്തോട്ട്, എന്റെ ചെറുക്കന്റെ നെഞ്ചത്തോട്ട് അതിന്റെ എന്തിനു പോലീസിനെ വിളിക്കും? ഞങ്ങളല്ല വാച്ച് എടുത്തത്. റോളക്സിന് നിങ്ങളാണ് സമാധാനം റോളക്സിനോട് പറയേണ്ടത്. നോവി ഒന്ന് പറഞ്ഞ് ഇതാരുടെ വാച്ചാ? ഇത് എന്റെ വാച്ച്. ഇതിൽ എന്നെ എഴുതിയേക്കുന്നത് ഹൂബ്ലോട്ട് എന്ന് പറയുന്ന പോലെ ഇതിൽ എഴുതിയേക്കുന്ന റോളക്സ് എന്നാണ്. എന്ന് പറയുന്ന പോലെ ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിന്റെ വാച്ചാണ് നിങ്ങൾ എടുത്തോണ്ട് പോയത്. അത് വില കൂടിയ വാച്ചാണ്, ലക്ഷങ്ങൾ വില വരുന്നതാണ്. 2500 രൂപ നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഞങ്ങൾ 2500 രൂപയ്ക്ക് അത് കൊടുത്തു. മര്യാദക്ക് എന്റെ വാച്ച്. അല്ല, പോലീസിനെ വിളിക്കാല്ല, ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഇപ്പൊ ഒന്നുമില്ല. അവിടെ ചേട്ടന്മാരുണ്ട്, അവിടെ പോയി സറണ്ടർ ആയിട്ട് നിന്നു. പോലീസുകാർ വരും, വാച്ച് കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം കേട്ടോ. വിടല്ലേ? വിഷ്ണു ഹാൻഡ് ഓവർ. അതെ, അല്ലേ, ഒരു കാര്യം പറഞ്ഞോട്ടാ. എന്താ? ഹാപ്പി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. പോലീസുകാർ കൊണ്ടുപോയി നാഗെ ഔട്ടി പുഴുവല്ലോ, പിന്നെ പറയാവൂല. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞത്. ഗംഭീരമായിട്ടുണ്ട്,
സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ടാറ്റാ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. സാറേ എങ്ങനെയുണ്ടായിരുന്നു ആഘോഷങ്ങളൊക്കെ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഗംഭീരം എന്ന് പറഞ്ഞാ അതിഗംഭീരം. അതാണ് ഇവിടെ വരുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും നമ്മൾ പുറത്ത് നടത്തുന്ന ആഘോഷത്തെക്കാൾ അതിഗംഭീരമായിട്ടാണ് ഇവിടെ ആഘോഷങ്ങൾ അറേഞ്ച് ചെയ്തത്. ആണല്ലേ? അതാണ് കെട്ടിയോനാണ് എന്റെ രാജാവ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത. വേറെ കാര്യമുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടി ഇത്രയും വലിയ ഒരു കരോള് തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്തല്ലോ. അതാ ഞാൻ ആലോചിക്കുന്നത്. സാർ ഇന്നല്ലേ വന്ന് ജോയിൻ ചെയ്തത്. അതെ, ഞാൻ 1-2 മാസമായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ ഫെസിലിറ്റി ഉണ്ട് സാർ. ആണല്ലേ? ഒന്നിനൊരു കുറവുമില്ല. എല്ലാ സംഭവം നമ്മുടെ കേരളത്തിനകത്ത് കുട്ടികളെ നോക്കാൻ വേണ്ടി ഡേ കെയർ ഉണ്ട്, മാതാപിതാക്കളെ നോക്കാൻ വൃദ്ധസേന ഉണ്ട്. പക്ഷെ ഭർത്തക്കന്മാരെ നോക്കാനായിട്ട് ആദ്യമായിട്ടൊരു സ്ഥാപനം ഇവിടെ ഉള്ളൂ. ഒരേ ഒരു സ്ഥാപനം ഇതാണ്. കെട്ടിയോനാണ് എന്റെ രാജാവ്. ഇതെങ്ങനെ ഇത് അറേഞ്ച് ഈ ചെയ്യും? സാറ് വന്നപ്പോഴത്തെ ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ ഒപ്പിച്ചില്ലേ? ഞാൻ വന്നപ്പോഴേ ഓണം 5-5 തീയതി കഴിഞ്ഞ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ മറ്റേ അത്തപ്പൂക്കളൊക്കെ ഒരുക്കി എന്നെ മഹാബലിക്ക് ആക്കി മൊത്തം ഓണം ആഘോഷിച്ചത്. നിങ്ങളായിരുന്നു മഹാബലി? ഞാനായിരുന്നു മഹാബലി. അപ്പൊ മഹാ തോൽവിയായി കാണുമല്ലോ. ഓണത്തപ്പനൊക്കെ ഉണ്ടായിരുന്നു. ഓണം തപ്പലൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വീട്ടിലാണെങ്കിൽ കുപ്പി എവിടെയെങ്കിലും കൊണ്ട് ഒളിച്ചു വെച്ചാൽ തപ്പി എടുക്കേണ്ടി വരും. പക്ഷേ ഈ സ്ഥാപനത്തിൽ അങ്ങനെ ഇല്ല. എവിടെ കൊണ്ട് വെച്ചാലും നമുക്ക് ഈ സെറ്റ് എടുത്തോണ്ട് വരാം. ഒരു തപ്പലും ഇല്ല. എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടും. എന്ത് ചോദിച്ചാലും കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പം ഒരു ജ്യൂസ് വേണം. സർ ജ്യൂസ്? എന്റെ പൊന്നെ, ജ്യൂസ് അത് ചോദിച്ച ഉടനെ ജ്യൂസോ? നമ്മളെ വീട്ടിലെങ്ങാനും ഒരു ജ്യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ പോയി മാർക്കറ്റിൽ പോയി കൈതച്ചൊക്കെ മേടിച്ചോണ്ട് വന്നാലോ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വേണേ ഉണ്ടാക്കി കുടിക്കും. ഇത്ര സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ജ്യൂസ് ഒന്ന് പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് ജ്യൂസ്. അതെ, ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് സർ. പിന്നെ ക്രിസ്മസ് ആയിട്ട് ചോദിക്കാണ്, ഈ തലക്ക് പിടിക്കാൻ എന്തെങ്കിലും ഉണ്ട്. എന്റെ ഡൈ ഉണ്ട് തരാം. അതല്ലെന്ന്, ക്രിസ്മസ് അല്ലേ, ഒന്ന് കറങ്ങാൻ പറ്റിയ എന്തെങ്കിലും. അവിടെ കറക്കം സാറേ, ചെന്നിരുന്നിട്ട് 5-6 കറക്കം നന്നായിട്ട് കറങ്ങുന്നു. ഞാൻ നോക്കൊരു 4 അടിക്കാൻ വല്ല മാർഗം ഉണ്ടോ? മാലും മര്യാദയ്ക്ക് ഇവിടെ നിന്നില്ലെങ്കിലേ 4 അല്ല 5 കിട്ടും. എന്തുവാ ക്രിസ്മസ് ആയിട്ട് ഒരു പെഗ് അടിക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിങ്ങനെ പതുക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? പെഗ് അടിക്കണമെന്ന് ഉറക്കെ ചോദിച്ചൂടെ? എനിക്ക് ക്രിസ്മസ് ആയിട്ട് ഒരു പെഗ് വേണം. 1, 2, 3 എത്ര വേണേലും അടിക്കും. ഇതൊരു സ്വർഗം തന്നെ കേട്ടോ. ഞാൻ ശരിക്കും സ്വർഗം എന്ന് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പിലെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്വർഗം നേരിട്ട് കാണുന്നത്. എന്റെ ഒരു സുഹൃത്ത് ചെറിയാനുണ്ട്. ചെറിയാന്റെ ജീവിതം ഭയങ്കര നരകയാതയാണ്. കഷ്ടം. ഞാൻ ചെറിയാനെ ഒന്ന് വിളിക്കട്ടെ. ഇങ്ങോട്ട് വരാൻ പറ സാറേ. വിളിക്കാം ഇവിടെ. ചെറിയാനെ, എന്റെ ചെറിയാനെ ഇവിടെ കൂത്താട്ടുകുളത്ത് കെട്ടിയവരാണ് എന്റെ രാജാവ് എന്നും പറഞ്ഞ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെ അറേഞ്ച്മെന്റ് ആണെന്നറിയോ? മദ്യത്തിന് മദ്യം, ചീട്ടുകളിക്ക് ചീട്ടുകളി, അടിപൊളി ഫുഡ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നാട്ടിലെ ഏലക്ക ഗ്രാമ്പു കൃഷിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. ഇനിയുള്ള കാലം അടിച്ചു പൊളിക്കാം. നരകത്തിൽ കിടക്കാ സ്വർഗത്തിലോട്ട് വാ. ഇങ്ങനെ വേണം. നിങ്ങളെപ്പോലുള്ള ഭർത്താക്കന്മാർ വേണം മറ്റുള്ള ഭർത്താക്കന്മാരോട് ഈ സ്ഥാപനത്തെ പറ്റി പറയാം. എന്നിട്ട് അവര് വന്നിട്ട് ഈ സ്ഥാപനം പേരും പ്രശസ്തിയായിട്ട് അങ്ങോട്ട് അറിയപ്പെടണം. എല്ലാം ഉണ്ട്. എനിക്ക് സന്തോഷമായി. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ. എന്തോ സാറേ? ഈ സ്വർഗീയ ജീവിതത്തിൽ എന്റെ ഡയാന മാത്രം ഇല്ലല്ലോ. എന്റെ ഡയാനെ പൊന്നേ, നിന്നെ ഞാൻ മിസ് ചെയ്യുന്നു. നീ മാത്രം ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. എന്റെ ഡയാന മാത്രം ഇല്ല. മോളാണ് ഡയാന? അല്ല, ഡയാന എന്ന് പറഞ്ഞ എന്റെ പട്ടിയാണ്. അവൾ അമേരിക്കക്ക് പോയപ്പോ പട്ടിയെ കൊണ്ടുപോയി. അമേരിക്കയിലെ വാഷിംഗ് മെഷീൻ? വാഷിംഗ് മെഷീൻ അല്ല, അമേരിക്ക വാഷിംഗ്ടണില്. ഓ, അവിടെയാണ്. അവളും കൂടെ ഉണ്ടായിരുന്ന ഞാൻ സുഖിച്ച് ജീവിച്ചേനെ. സാറേ വിഷമിക്കണ്ട. ഇവിടെ സ്വർഗം എന്ന് പറഞ്ഞാൽ അതികഠിനമായൊരു സ്വർഗമാണ്. ആണല്ലേ? നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എന്ത് കാര്യം? ഉദാഹരണത്തിന് സാർ നോക്കിക്കോ, ഇങ്ങോട്ട് നോക്കിക്കോ. ഇതൊക്കെ വീട്ടിൽ കാണിക്കാൻ പറ്റൂ? ഇത് വീട്ടിൽ കാണിച്ചല്ലേ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എന്റെ ഡയാന മാത്രം മിസ്സിങ്, ബാക്കിയെല്ലാം ഉണ്ട് എനിക്ക്. സാർ വിഷമിക്കട്ടെ, ഡ്രസ് ചെയ്യണം. ബേബി ഞാൻ വിടില്ല. ബേബി ഞാൻ വിടില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല. ബേബി പോകണ്ട. അങ്ങനെ പറയല്ലേ ബേബി. ബേബി വേണ്ട. ബേബി ഞാൻ 1 വർഷം കഴിയുമ്പോ ഇങ്ങ് വരൂലേ ബേബി. ബേബി ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ബേബി ഞാൻ ഒരു കാര്യം, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നോളാം. ബേബി അയ്യോ വേണ്ട ബേബി. ബേബിയോടെ ഞാൻ ദുബായിൽ വരാം. ബേബി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉടനെ ഇങ്ങ് തിരിച്ചെത്തും. ഹലോ, ഇതിലേതാ ബേബി? ഞാൻ മോളെ വിളിക്കും ബേബി എന്ന്. ഞാൻ ഏട്ടനെ വിളിക്കും ബേബിന്ന്. അപ്പൊ നിങ്ങളുടെ ബേബി എങ്ങനെ ബേബി ഉണ്ടാവും? ഇവിടെ കൊണ്ടിട്ട് കണ്ട ദേശത്ത് പോയില്ലേ? അതല്ലേ ഞാൻ ബേബി പോണ്ട. ബേബി ബേബി ന്യൂ അഡ്മിഷൻ ആണല്ലോ. അതെ മേഡം നിങ്ങൾ പരസ്യം പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അയ്യോ, പരസ്യത്തിൽ പറഞ്ഞേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അയ്യോ, എന്റെ ചേട്ടന് രാവിലെ എണീറ്റ ഉടനെ ആട്ടുംപാല് കുടിക്കണം. അതും കറുത്ത ആടിന്റെ പാല് തന്നെ വേണം. കറുത്ത ആടിന്റെയോ പച്ച ആടിന്റെയോ നീല ആടിന്റെയോ ഏത് ആടിന്റെ പാല് വേണേലും നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യും. അയ്യോ, പിന്നെ എന്റെ ബേബി ഇടയ്ക്കിടയ്ക്ക് സ്മോൾ അടിക്കും.
ഒന്നോ രണ്ടോ മൂന്നോ 10 സ്മോൾ വേണമെങ്കിൽ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അയ്യോ പിന്നെ സ്മോക്ക് ചെയ്യും കേട്ടോ. എത്ര പാക്കറ്റ് സിഗരറ്റ് വേണം അത് നമ്മളിവിടെ കൊടുക്കും. ആണോ? ഒന്ന് അങ്ങോട്ട് നിക്ക് ബേബി. എന്റെ പൊന്നു മേഡം, ഇങ്ങനെ പഞ്ചാര അടിയുടെ ഉസ്താദ. നാട്ടിൽ ഒരു പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂല. ദേ അങ്ങനെ ടീഷർട്ടിൽ കിടക്കുന്ന ഫോട്ടോ കണ്ടോ? അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ വരെ ഇങ്ങനെ പഞ്ചാര അടിച്ചത്. പഞ്ചാര അടിക്കാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കാം. ചെയ്യരുത്, അത് മാത്രം ചെയ്യരുത്. ചെയ്യരുതോ? നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിരുദ്ധമാണ്. എന്നാലും ഞാൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. ഫോം ഞാൻ നല്ല ഫോമായി തന്നെ. അതല്ല, ഇവിടെ ഫോം ഫില്ല് ചെയ്യണം. ബേബി വേണോ? ബേബി ബേബി ആദ്യം ആയതുകൊണ്ടാ കുഴപ്പമില്ല. പേര് രാഹുൽ. രാഹുൽ. വയസ്സ് 38. എല്ലാ സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നീ ഇല്ലല്ലോ ബേബി. നീ പോണ്ട ബേബി. ബേബി അങ്ങനെ പറയല്ലേ ബേബി. ഞാൻ പോയിട്ട് ഉടനെ വരാം ബേബി. പോട്ടെ മാഡം. എന്റെ ബേബിയെ പൊന്നുപോലെ നോക്കണേ. ധൈര്യമായിട്ട് നോക്കോളൂ. നമ്മളിവിടെ നല്ല സേഫ് ആയിട്ട് നോക്കിയിരിക്കും. ബേബി പോയിട്ട് വരട്ടെ. ബേബി ബൈ ബൈ. ബൈ ബൈ ബേബി. ബേബി ബേബി ബൈ ബേബി. ബേബി Come on, baby. Oh, yeah, baby. Baby. പോയാ വിചാരിച്ചു. ഇപ്പോഴാണ് ഒരു സമാധാനം. എന്റെ പൊന്ന് ബേബി എന്നാ അത് ഇങ്ങനെ അല്ലല്ല. ഭയങ്കര സ്നേഹമായിരുന്നല്ലേ നേരത്തെ. പോകാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് ഉരുവല്ലായിരുന്നു. ഇവിടെ എങ്ങനെയാണ് സ്വർഗമാണോ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് 1-2 മാസമായി. അടിപൊളിയാണ്. എന്ത് ചോദിച്ചാലും തരും. എന്നിട്ട് ഞാൻ ഷൈൻ ചെയ്യാൻ ഇന്ന് വന്ന ജോയിൻ ചെയ്ത സാറാ ആണല്ലേ? എന്താ സാറേ? ഒന്ന് ബാത്റൂമിൽ പോയതാ, വിഷമം കൊണ്ടാ. വെള്ളം കൊണ്ടുപോയില്ലേ? പോയി അതല്ലെന്ന് ബുദ്ധിമുട്ട് കൊണ്ടാന്ന്. ഒന്ന് മുക്കി നോക്കാത്തത്. അതല്ലെന്ന് ബാത്റൂമിൽ ഇരുന്നപ്പോഴാണ് ഞാൻ എന്റെ ഡയാനെ കുറിച്ച് ആലോചിച്ചു. ആര് ഡയാന? ഡയാന എന്റെ എല്ലാം ഓണാണോ ഡയാന? അതുപോലെയൊക്കെ വരും. എന്നെ ഒന്ന് പരിചയപ്പെടുത്തല്ലോ ഡയാനെ. പരിചയപ്പെടുത്തി തരാം. പരിചയപ്പെടുത്തി തന്നാ മതി. എനിക്ക് ഡയാന എന്ന് പേര് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡയാന എന്ന് പരിചയപ്പെടുത്താ. പിന്നെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഈ ഡയാനെ ഏകദേശം എങ്ങനെ ഇരിക്കും? ഡയാന നല്ല വെളുത്തിരിക്കും. വെളുത്തിടക്കേന്റെ അത് കറുത്ത ചെറിയ പൊട്ടുപൊട്ട് കാണും. ബ്യൂട്ടി സ്പോട്ട്. അത് വേണം എനിക്ക്. അത് ഭയങ്കര അല്ല, ഈ ഹെയർ ഒക്കെ എങ്ങനെയാണ് ഡയാന? ഡയാന അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു കഴിഞ്ഞാൽ അവരുടെ ഹെയർ ഇങ്ങനെ കിടന്ന് അലയടിക്കുകയാണ്. മതി മതി. ഒന്ന് വീഡിയോ കോൾ. ഇപ്പൊ എവിടെ ഉണ്ട്? ഇപ്പൊ അമേരിക്കയിലാണ്. ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും? വീഡിയോ കോൾ ചെയ്യുന്നു. ഡയാന എന്ന് പറയുമ്പോഴേ അല്ല, ഇപ്പൊ ഇവിടെ എല്ലാ സൗകര്യം ഉണ്ടല്ലോ. നമ്മൾ എൻജോയ് ചെയ്യുന്നത് എന്താണ്? വീഡിയോ കോളി വാ അച്ഛാ. അച്ഛാ ഡയാന. അച്ഛാ വെതറൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? ഡയാനെ ഒന്ന് വീഡിയോ കോളിൽ കൊണ്ടുവരൂ. ആ എന്റെ ഒരു സുഹൃത്തിനൊന്ന് പരിചയപ്പെടണമെന്ന്. ഡയാനെ കൊണ്ടുവരൂ. ആ ഡയാന എന്റെ ഡയാന, എന്റെ ചക്കര ഡയാന. പട്ടിയാ എന്റെ പൊന്നോമനെ പട്ടിയാ ഡയാന. ഇങ്ങോട്ട് വരണം കേട്ടോ. ദൈവമേ, ഞാൻ 2-3 ദിവസം വിളിക്കാത്തതുകൊണ്ട് മുഖമൊക്കെ ആകെപ്പാടെ ചുക്ക് ചുളുങ്ങിയിരിക്കുക. ഇത് പട്ടി പുറംതിരിഞ്ഞിരിക്കണേ. പിന്നെ ഇവിടെ വേറെ സ്ഥലത്തോലെ അല്ല, നല്ല ഒരുപാട് ഭയങ്കര ഫെസിലിറ്റി ഉണ്ട്. ആണല്ലേ? വേറെ ചോദിച്ചോ എന്തൊക്കെയാണ് മാഡം ഫെസിലിറ്റി എന്ന് പറയുമ്പോ? എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണ്? രാവിലെ നമ്മൾ ഒരു സുപ്രഭാതം തുടങ്ങുന്നത് എങ്ങനെയാണ്? സുപ്രഭാതം തുടങ്ങുന്നത് നിങ്ങൾ ഇപ്പൊ വീട്ടിൽ എപ്പോഴാണ് എഴുന്നേക്കുന്നത്? എന്താ പൊന്നെ, എനിക്ക് ഇച്ചിരി വയറ് ചാടിയിരിക്കണം എന്ന് 3 മണിക്ക് ആ പിശാചി വിളിച്ചോണ്ട് ഓടാൻ പറയും. എന്റെ സാറേ, ഇവിടെ സാറിന് ഇഷ്ടമുള്ളപ്പോ എഴുന്നേറ്റാ മതി. അതും സാർ എഴുന്നേറ്റിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് സാറിനെ വിളിക്കാൻ പറയണം. അപ്പോഴേ നമ്മൾ ഇവിടുന്ന് വിളിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നെക്സ്റ്റ് അടുത്ത എന്താ? സാറിന് ഈ ചെവിയില് ചൊറിച്ചിൽ സാധനം തിരിയും. ഞാൻ ഇങ്ങനെ മറ്റേ ബഡ്സ് ഇട്ട് കറക്റ്റ്. അതൊന്നും വേണ്ട, വേണം പറഞ്ഞു തരും. ഇവിടെ അതല്ല, ഇവിടെ ഫിനിക്സ് പക്ഷിയുടെ തൂവല് കൊണ്ടാ നമ്മൾ ചെവി ചൊറിഞ്ഞു തരുന്നത്. ആണോ? എനിക്ക് വല്ലാത്തൊരു ചൊറിച്ചിലുള്ള പോലെ. ഇങ്ങോട്ടൊന്നിരുന്നേ. ഫിനിക്സ് പക്ഷി തന്നെ ഇതിൽ നിന്ന് എഴുന്നേക്ക്. ഫിനിക്സ് പക്ഷിയുടെ പോലെ തന്നെ. ഒരു മെസ്സേജ് വന്നുണ്ട് നമ്മളെ ഇതിനകത്ത് ബസാറിൽ മെസ്സേജ് വന്നു. എന്താ സംഭവം? മെഷീൻ എന്താണ്?
ഓ അതാ പ്രകാശന്റെ വൈഫ് ഗൾഫിൽ നിന്ന് ഒരു കിസ് കൊടുത്തതാ. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ദൂരെയുള്ള ഭാര്യമാരുണ്ടല്ലോ, അവര് ഇവിടെ കിടക്കുന്ന ഭർത്താക്കന്മാർക്ക് കിസ് അയച്ചു കൊടുക്കും. ആ കിസ് ഇങ്ങനെ ഇവർക്ക് നേരിട്ട് കൊടുക്കും. ആ ഒരു ഉപകരണമാണത്. അപ്പൊ ആ കിസ് അടിക്കുന്ന ഫീൽ കിട്ടും. ഇതിപ്പം ആരുടെ ഭാര്യ അയച്ച? ഇത് പ്രകാശന്റെ ഭാര്യ. പ്രകാശ് ഇവിടെ കാണോ? 4th ഫ്ലോർ. അതിനാ ഞാൻ വന്നണ. ആ കളയണ്ട. ആ കിസ് എനിക്കൊന്ന് 5 തരാൻ വല്ല പോകും. ആ കിസ് എനിക്കൊന്ന് കറക്റ്റ് ഫീൽ കിട്ടുമല്ലോ. ഇനി പോരട്ടെ. ഞാൻ വാങ്ങിച്ചു തരാം. കണ്ണടച്ചോ. ഇപ്പൊ കൊണ്ടുവരാം. പ്രകാശന്റെ പ്രകാശന്റെ കിട്ടി. ഉഗ്രം കിസ്. എന്താ പക്ഷെ ഒരു ബീഡി നാറ്റോണ്ണ. അവരുടെ ഭാര്യക്ക് ബീഡി കച്ചവടല്ലേ അമേരിക്കയിൽ. അതേപോലെ കൈപ്പറ്റാത്ത വേറെ എന്തെങ്കിലും കിസ് വല്ല കിടപ്പുണ്ട്? ഉണ്ട്. എന്റെ കൈമൾ മാഷുണ്ട് 8ാം ബ്ലോക്കിൽ കിടക്കണം. അങ്ങനെ ഭാര്യ പിടിച്ച് കുറെ തെറി കിടപ്പുണ്ട്. നമുക്ക് ഈ എൻജോയ്മെന്റ് മാത്രം. ഇതിൽ തൊട്ട് ഞാൻ ഇവിടെ അടിച്ചു വിളിക്കണം. ഭർത്താക്കന്മാർക്ക് ഇത്രയും സൗകര്യമുള്ള ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെ, 2 പെഗ് തരുമോ? ഞാൻ കരോളൊന്നാ പോയി ചോദിക്കല്ലേ എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ചെയ്യണത്? എന്റെ മനുഷ്യ, വല്ലവരും വന്ന് കുടിച്ച് ആറാടുന്ന പോലെയാണോ? നിങ്ങൾ കുടിച്ച് നിങ്ങളുടെ കരള് പോയ എനിക്കല്ലേ നഷ്ടം. അതുകൊണ്ട് നിങ്ങൾ കുടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ അത്രയ്ക്ക് സ്നേഹമാണ് എന്റെ പൊന്നിനെ എനിക്ക് അത്ര ഇഷ്ടമല്ലേ. എനിക്ക് ഭയങ്കര ജീവന്റെ ജീവനാ. ഫസ്റ്റ് ഞാൻ ഇത്ര നേരം ഡയാനെ പറ്റി മതിയായിരുന്നു. നിങ്ങളെക്കാരും പോകുന്ന ഞാനാ. എനിക്ക് എന്റെ വിഷമം മാറണം. തനിക്ക് വിഷമം ചുമ്മാ ഇരിക്കും. ഇവിടെ ഞാൻ നിൽക്കണം. അതെ, എനിക്കും കൂടാ. എന്ത്? ഇതും അത്യാവശ്യം ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പൊ ഇത് അങ്ങോട്ട് ട്രൈ ചെയ്ത ഒരു കുഴപ്പമില്ല. അത്രയും ഫെസിലിറ്റി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് ഉണങ്ങരുത്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ശമ്പൂവിന്റെ മാറ്റമൊക്കെ ആയിരിക്കും. അല്ല, ഫസ്റ്റ് എനിക്ക് ഉമ്മ അതായത് പോലെ പുള്ളിക്കൊടുത്ത് എനിക്കെന്ത് തരാത്ത? പുള്ളിക്കൊടുത്ത് എനിക്കെന്ത് തരാത്ത? ഈ നിൽക്കുന്ന ആരെന്നറിയോ? എന്റെ ഭാര്യ. ഞാൻ എന്റെ ഭാര്യ കൊടുത്ത് നടത്തുന്ന സ്ഥാപനം ഈ സ്ഥാപനം. അങ്ങനെയായിരുന്നല്ലേ? അപ്പൊ ഉടായ്പ് ഇവര് ഭാര്യ ഭർത്താവ് അല്ലെന്ന് പറഞ്ഞ് അഭിനയിച്ച് നമ്മളെ പറ്റിക്കാണ്. നാണമില്ലേ സ്ത്രീയെ? അയ്യോ, നാണമില്ലാത്തതേ ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാ. നിങ്ങളുടെ കെട്ടിയോളുമാര് കണ്ട രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഇവിടെ തിന്നു കുടിച്ച് അർമാദിച്ച് കഴിയുന്ന നിങ്ങൾക്കാ നാണയില്ലാത്തത്, അല്ലാതെ ഞങ്ങൾക്കല്ല. ഇത് എന്റെ കെട്ടിയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ഞങ്ങൾ നടത്തുന്ന സ്ഥാപനം. ഇത് ഞങ്ങൾ നല്ല അന്തസ്സായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ടാ ഇതിന് ഇങ്ങനെ ഒരു പേരിട്ട്, കെട്ടിയോനാണ് എന്റെ രാജാവെന്ന്. സാർ ഒന്ന് പോണോ? എന്റെ യേശുപ്പാ, ഉള്ള ലഡുവും ജിലേബിയും എല്ലാം കൂടെ തിന്ന് ഷുഗർ കയറി നാട് നീങ്ങി എന്റെ അപ്പച്ച ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നേക്കുന്ന ഈ കട ക്രിസ്മസ് കേക്കിന്റെ കഷ്ണം പോലെ 2ആയി കിടക്കുകയാണ്. എന്റെ പൊന്നപ്പച്ച, അപ്പച്ചന്റെ പേര് നിലനിർത്താൻ വേണ്ടി കീരിക്കാട്ടിൽ ചാണ്ടിയായി എന്നെ മാത്രം അനുഗ്രഹിക്കണേ. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന്റെ കച്ചവടം എനിക്ക് തിമിർത്ത് തരണേ എന്റെ അപ്പച്ച. എന്റെ മടിയിൽ കിടന്ന് ബട്ടർ പന്ന് നിന്ന് മരിച്ച എന്റെ അപ്പച്ച ഈ കീരിക്കാട്ടിൽ സ്റ്റോഴ്സ് ലുലു മാളിലെ കാട്ടിലും വലിയൊരു സ്റ്റോഴ്സ് ആക്കി മാറ്റാൻ ഈ കീരിക്കാട്ടിൽ വർക്ക് ചെയ്യാൻ മാത്രം അനുഗ്രഹിക്കണേ. ഈ പുൽക്കൂടും സ്റ്റാറും എല്ലാം ചൂടപ്പം പോലെ വിറ്റുപോണേ എന്റെ അച്ചാപ്പോ. അപ്പച്ചാ, നീ ആ ഒരു കാര്യം പറ, നീ എന്ത് കച്ചവടം വേണം ചെയ്തോ, പക്ഷെ അനിയ ഇവിടെ വരുന്ന ആൾക്കാരെ കയ്യും കലാശവും കാണിച്ച് നീ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയാ അനിയനാന്ന് ഞാൻ നോക്കുകയല്ല. എനിക്കും അത് തന്നെ ചേട്ടൻ്റെ അടുത്ത് പറയാനുള്ളത്. ഈ മാക്കാൻ തവണ നാക്കി തളിക്കും പോലെ ഇവിടെ വരുന്ന കസ്റ്റമറിനെ മൊത്തം അങ്ങോട്ട് ആകർഷിച്ചോണ്ട് പോയാ ഞാനും ചേട്ടനാണെന്ന് നോക്കൂല. നമുക്ക് കാണാടാ, ഇവിടെ ആൾക്കാർ വരുന്നത് നമുക്ക് കാണാടാ. നമുക്ക് കാണാം. സ്റ്റാർ പുൽക്കൂട്, ആ പുൽക്കൂട് സ്റ്റാർ ക്രിസ്മസ് ട്രീയേ. നീ കേട്ടാൻ കുഴപ്പമാണ്. സ്ത്രീ അല്ല, ക്രിസ്മസ് ട്രീ. കീ കൊടുത്താൽ നടന്നു പോകുന്ന ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്. അങ്ങനെ കീ കൊടുത്താൽ നടന്നു പോകുന്ന ക്രിസ്മസ് അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ? നീ ക്രിസ്മസ് അപ്പൂപ്പനെ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ ക്രിസ്മസ് അമ്മൂമ്മ വിൽക്കും. അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ, ക്രിസ്മസ് അമ്മൂമ്മ ഇല്ല. ആര് വേണമെങ്കിൽ ഈ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഭാര്യയാണ് ഈ ക്രിസ്മസ് അമ്മൂമ്മ. അപ്പൂപ്പൻ ഡീസന്റ് ആണ്ട് വെളിയിൽ പറഞ്ഞിട്ടില്ല. നിനക്കറിയാൻ നീ പഴഞ്ഞനല്ലോ, നീ പുതിയതല്ലേ. ഞാൻ പറക്കുന്ന മാലാഖ ഉണ്ട്. നടക്കുന്ന ആട്ടിടയൻ പുല്ലിതിനു നാടുണ്ട്. പിന്നെ പുല്ലിരുന്ന് ആട്ടിടനോ? അവിടുന്ന് പാട്ട് പിടിച്ച് പറയാതെ പുല്ലിരുന്ന് ആടാണ്ടാ. പുല്ലിരുന്ന് നാടുണ്ട്. വായോ.
ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിനക്ക് ഈ സ്ഥിരം കടക്കകത്ത് കയറുമ്പോൾ ഒരു വിഭ്രാന്തി ഉണ്ടല്ലോ, അതിവിടെ കാണിക്കരുത്. നീ നേരത്തെ തുണിക്കടയിൽ വെച്ച് എന്തുവാണ് കാണിച്ചത്? ഒരുമാതിരി ആന കരിമ്പും കാട്ടി കയറി പോലെ. എന്റെ പൊന്നു ചേട്ടാ അങ്ങോട്ട് നോക്കിക്കുക, അത് കീരിക്കാട്ടിൽ അല്ലാതെ കരിമ്പും കാട്ടിലല്ല. ഏത് കാടായാലും എന്റെ പൊന്നു നിമ്മി മിന്നണതെല്ലാം പൊന്നല്ല കേട്ടാ. അതിന് നമ്മള് പൊന്ന് വാങ്ങിക്കാനല്ലേ അച്ഛൻ വന്നേ, സ്റ്റാർ വാങ്ങിക്കാനല്ലേ വന്നേ. എനിക്കറിയാം കേട്ടാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ബഹളം വെക്കാതിരിക്കും, ഞാൻ ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ. എന്റെ പൊന്നെ എന്തോരം സാധനങ്ങളാണ്. പെടക്കണ മീൻ 2 കിലോ മേടിക്കും അവരുടെ കച്ചവട രീതിയാണത്. അതെ 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 അതെ, നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും എന്റെ കടയിലുണ്ട്. അപ്പൊ ഇത് പലചരക്ക് കടയായിരുന്നോ? നമുക്ക് അപ്പുറത്തെ കടയിൽ പോവാം. മക്കളെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള A to Z സാധനങ്ങള് മാമന്റെ കടയിലുണ്ട്. എടാ ABCD പഠിക്കാൻ വേണ്ടി വന്നേടാ കൊച്ച്, സ്റ്റാർ മേടിക്കാൻ വേണ്ടി വന്നത്. മക്കളുടെ മോനിഞ്ഞു വന്നേ, മക്കളുടെ മോനിഞ്ഞു വന്നേ, വന്നേ. മാമന്റെ വക ഒരു ക്രിസ്മസ് സമ്മാനം, ലോലിപോപ്പ്. അയ്യേ, ആർക്കാണ് നിങ്ങളുടെ ലോലിപോപ്പ്? ഷാർജി ഫുഡ്സിലായിട്ടൊന്നും കിടുക്കോഫർ. ഇടുക്കി ജാഫർ വാ പോയി കാണാം. ഇടുക്കി ജാഫർ എന്നല്ല, കിടുക്ക് ഓഫർ എന്നാണ് പറഞ്ഞത്. 2 എടുത്താ 3. ചേട്ടാ 2 എടുത്താ 3 ഉണ്ടെന്ന് വാ ചേട്ടാ വാ. എന്റെ പൊന്നുമക്കളെ ചന്തി കയറി കൊടുക്കല്ലേ. 2 എണ്ണം എടുത്താ 3 എണ്ണത്തിന്റെ കാജാവൻ മേടിക്കും. അതാണ് അവന് 2 എടുത്താ 1 ഫ്രീ എന്ന് മനസ്സിലായ. ചെന്നുകാരൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, നിങ്ങൾക്ക് ഞാൻ കിടക്ക ഒരു സാധനം തരാം. നിങ്ങൾക്ക് സ്റ്റാർ മതിയല്ലോ. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത വാൽ നക്ഷത്രം. ഇതെന്തോന്ന് പാന്റ് ഇട്ട വാൽ നക്ഷത്രം? ഇങ്ങനെ പണ്ടിട്ടോണ്ട് കിടന്ന ബെൽബോട്ടം പാന്റില്ലേ, അതടിച്ച് സ്റ്റാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചേട്ടാ ഈ ചാണകപ്പച്ച സ്റ്റാർ ഉണ്ടോ? ചാണകം തേച്ച സ്റ്റാർ? പൊന്നു ചേട്ടാ, ചാണകം തേച്ച സ്റ്റാർ അല്ല, ഞാൻ ക്രിസ്മസിന് ഉടുക്കുന്ന സാരിയുടെ കളർ ചാണകപ്പച്ചയാ. അപ്പൊ അതിനൊന്നും മാച്ച് ആവണം. ചാണകപ്പച്ച സ്റ്റാർ കിട്ടാൻ വലിയ പാടാണ്. പിന്നെ ഒരു ഐഡിയ ഉള്ളൂ, സാരി മാറ്റിയാ മതി. സാരി മാറ്റണ്ട. ചാണകപ്പച്ചയല്ലേ? ചാണകപ്പച്ചയൊക്കെ ഞാൻ വരുത്തി തരാം, പേടിക്കണ്ട. അത് പോട്ടെ, ഈ ചേട്ടൻ വെള്ളം അടിക്കുവോ? വല്ലപ്പോഴും ഒന്നും ഒരു ഫുള്ള് ഒറ്റയടിക്കിരുന്ന് കുടിക്കും. നിന്നെ നാട്ടെ ഞാൻ കൊണ്ടെടുത്ത് എറിഞ്ഞു കളയുക. അപ്പൊ വെള്ളം അടിക്കും. അല്ല അടിക്കുന്ന കുഴപ്പമില്ല. അയ്യോ അതല്ല, വെള്ളം അടിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ കിട്ടാനുള്ള കിടിലൊരു സ്റ്റാർ ഉണ്ട്. സ്റ്റാറിന്റെ പേര് ഹൈ സ്റ്റാർ. ഇത് നമ്മൾ വീട്ടിന്റെ മുകളിൽ കെട്ടിത്തൂക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു 500 മീറ്റർ പൊക്കത്തിൽ ഇങ്ങനെ പറക്കും. വെള്ളം അടിച്ച് നമ്മൾ രാത്രി വീട് കാണാതെ വഴിതെറ്റി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സ്റ്റാറിന്റെ വെട്ടം നോക്കി നമുക്ക് വീട് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നിന്റെ ആങ്ങളെ കയറുന്ന വാങ്ങിച്ചോറി, അവ എന്നും വീടിന്റെ വഴി തെറ്റി ട്രാൻസ്ഫോമറിലോട്ടാ ചെന്ന് കയറി കൊടുക്കുന്നത്. അച്ഛന് പഠിക്കുന്നത് നല്ലതാട്ടോ. ഈ ചെറുക്കന് നിന്നെ വീട്ടിൽ വന്നാൽ മതിയായിരുന്ന. അപ്പൊ പിന്നെ ഈ സ്റ്റാറിന്റെ ഒക്കെ വില എങ്ങനെയാണ്? വില എന്ന് പറയുമ്പോൾ 300 മുതൽ 3000 വരെ. അയ്യോ, വില കേൾക്കുമ്പോ തന്നെ നക്ഷത്രം എണ്ണി പോകും. എന്നാ പിന്നെ അതില് ബൾബ് വാങ്ങിച്ചിട്. എന്നാ അത് മതി, വാ പോവാ. അതെ അതെ അതെ, ആ സ്റ്റാറിന്റെ കാര്യമൊക്കെ വീടങ്ങോട്ട് വിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്ന പുൽക്കൂട് കണ്ടായത്. പഴഞ്ച പുൽക്കൂട് പഴത്തിനാണ് നല്ലത്. അതൊന്നുമല്ല, നിങ്ങൾ കേൾക്കണം. പുതിയ ന്യൂ ജനറേഷൻ ടൈപ്പ് പുൽക്കൂടുണ്ട്. അതായത് വർഷങ്ങളോളം നിലനിൽക്കുന്ന പായലും പൂപ്പലും ഏക്കാത്ത വാർണിഷ് അടിച്ച പുൽക്കൂടുണ്ട്. ഇതാണ് വാർണിഷ് അടിച്ച പുൽക്കൂട്. പിന്നെ വർഷങ്ങളോളം പായലും പൂപ്പലും പിടിക്കാതിരിക്കാൻ വേണ്ടി അവൻ ഫ്ലാറ്റ് ഉണ്ടാക്കി വെച്ചേക്കല്ലേ. പോടാവേ ഇവിടുന്ന് ചുമ്മാ. ഫ്ലാറ്റ് പോലെ നിലനിൽക്കും, അതാണ് ഞാൻ പറഞ്ഞത്. വേണ്ട, നിങ്ങൾക്ക് ഈ വാർണിഷ് അടിച്ച പുൽക്കൂട് വേണ്ടെങ്കിൽ വേണ്ട. ഡബിൾ ടക്കർ ഉണ്ട്. ഇത് 1.5 അടി പൊക്കേ ഉള്ളൂ മക്കളെ. ഈ ഡബിൾ ടക്കറിന് 30% കിഴിവുണ്ട്. കിഴിവുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കയറില്ലേ? അതല്ല, 30% വിലക്കുറവുണ്ട്. എനിക്ക് ഡബിൾ ടക്കർ മതി. അവന്റെ കടയിലും ഒരുമാതിരി പോക്കരത്തരം കാണിക്കരുത്. എന്റെ കടയിൽ സാധനം വാങ്ങിക്കാൻ കസ്റ്റമറെ പിടിച്ചു വിളിച്ചോണ്ട് പോകണം. ആര് പിടിച്ചോണ്ട് പോകണം? അവർ നേരത്തെ എന്റെ കടയിലാണ് വന്നത്. നിങ്ങളുടെ കടയിലുള്ള പഴയ സാധനങ്ങൾ ഉണ്ടപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവർ ഈ കടയിൽ വന്ന്. ഇപ്പോഴും അവർ എന്റെ കടയിൽ തന്നെയാണ് നിൽക്കുന്നത്. നീ നിന്റെ കാര്യം നോക്കി പോടാ. ഈ സാധനം ഇവിടെ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്ന് എടുത്തു മാറ്റീനെ. എടാ നീ മര്യാദയ്ക്ക് സംസാരിക്കണം. എന്റെ കസ്റ്റമറാണ്. എന്റെ കടയിൽ നിങ്ങൾ കീരിക്കാട്ട് സോഴ്സ് ആണോ അതോ കീരി ബാമ്പ് സോഴ്സ് ആണോ? നിങ്ങളുടെ അപ്പം തൊമ്മി ഉണ്ടായിരുന്നപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അയ്യോ, അപ്പച്ചൻ മരിച്ചോ? ഇങ്ങോട്ട് മാറാ, ആദ്യം ഇവരുടെ അപ്പൻ ഡമ്മി എങ്ങനെ മരിച്ചെന്ന് അറിയട്ടടാ. അപ്പന്റെ കാര്യം പറഞ്ഞപ്പോ അനിയനും ചേട്ടൻ ഞങ്ങൾ യോജിച്ചു. സത്യം പറഞ്ഞ അപ്പച്ചൻ മരിച്ചത് ആലോചിക്കുമ്പോ സങ്കടം തോന്നും. നമ്മുടെ അപ്പച്ചന് ഗിന്നസ് ബുക്കിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി അതിന്റെ മുകളിൽ സീരിയൽ ബൾബ് ഇട്ടോണ്ടിരിക്കായിരുന്നു. ഈ ഏണിയുടെ മുകളിലാണ് അപ്പച്ചൻ സീരിയൽ ബൾബ് ഇട്ടോണ്ട് നിന്നത്. അപ്പൊ അമ്മച്ചി താഴെ നിന്ന് ഏണി പിടിച്ചോണ്ട് നിൽക്കായിരുന്നു. സീരിയലിന്റെ സമയമായതും അമ്മച്ചി ഏണിയും വിട്ടിട്ട് വീട്ടിനകത്തോട്ടും പോയി. അപ്പച്ചൻ ഏണിയും പറഞ്ഞ് മുകളിലോട്ടും പോയി. താഴോട്ടല്ല പോവാ, മുകളിലോട്ട് എങ്ങനെ പോയി? അതെ, അപ്പച്ചൻ ഒരു ഹൈഡ്രത്തെ വെല്ലെടുക്കാൻ തൂങ്ങിപ്പോയി.
എനിക്ക് ബലൂൺ മതി. എനിക്ക് ബലൂൺ താ. അവിടെ ബലൂണുണ്ട്, മാമന്റെ ബലൂണുണ്ട്. പിന്നെ ഫാമിലി പാക്കേജ്, ഒരു ഫാമിലി പാക്കേജ് ബലൂൺ മേടിച്ചാൽ അതിന്റെ കൂടെ ഒരു പമ്പ് ഫ്രീ. എന്റെ അച്ഛന്റെ ഇലക്ട്രിക്കാരാ, പെട്രോൾ വേണ്ട. അല്ലടാ, ഞാൻ ഈ 50 രൂപയുടെ ബലൂൺ കൂടെ നിനക്ക് ഞാൻ ഒരു സിനിമാ തിയേറ്റർ ഒരു തുണിക്കടയും കൂടെ തരാടാ. അതായാലും മതി. അതന്നെ മോനെ, ഈ ബലൂണിന്റെ കൂടെ പമ്പ് സൈക്കിൾ പമ്പ് കാറ്റടിക്കണേ, അത് ഫ്രീ ആന്ന്. മനസ്സിലായ? എനിക്ക് എന്തായാലും ഡബിൾ ഡക്കർ മതി. ഈ ഡബിൾ ഡക്കർ എന്റെ ഡബിൾ ടക്കർ രണ്ടെണ്ണം കൂടെ സിംഗിൾ ടക്കർ ആക്കി. കംപ്ലൈന്റ് ആയിരുന്നല്ലേ ഈ സാധനം? അവന്റെ ഉടായ്പൊക്കെ പോട്ട് കണ്ടില്ലേ, പൊളിഞ്ഞു പോയിട്ടില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് 2 ക്രിസ്മസ് ആഘോഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഉൾക്കൂട്, ചാറ് എല്ലാം കൊണ്ടുപോയി ആഘോഷിക്കുക. ഇതെല്ലാം കൂടെ എത്ര രൂപയാവും? 4000 രൂപയാവും. പക്ഷെ സാറായോണ്ട് 4500 വന്നാൽ അത് കച്ചവടം നടക്കട്ടെ. 3500 വന്നാൽ അത് പറയല്ലോ. 4000 പിന്നെ നമുക്ക് പൈസ കണക്ക് അറിഞ്ഞു പോലെ. ഇനി ഒന്നും ചോദിക്കല്ലേ കേട്ടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, വീട്ടിലോട്ട് പാടാ നീ. അല്ല എങ്ങോട്ട് പോണ്? എന്റെ ഡബിൾ ട്രക്കർ തുറച്ചിട്ട് എങ്ങോട്ട് പോണ്? അയ്യേ, അത് കംപ്ലൈന്റ് അല്ലേ? കംപ്ലൈന്റാ? പപ്പയും മോനും കൂടെ അടിപൊളിയിട്ടാണ് കംപ്ലൈന്റ് ആയത്. മര്യാദക്ക് ഡബിൾ ടക്കറിന്റെ 3000 രൂപ തന്നിട്ടേ പോവാവൂ. എന്റെ പൊന്നാളി, അത് സംഭവം വെച്ചാലേ ഇതിന്റെ ടാക്സ് ആണ് എന്തോ കറക്റ്റ് കേറി ഇരുന്നില്ല. അത് പറഞ്ഞാൽ പറ്റൂല. എന്റെ ഡബിൾ ടക്കറിന്റെ പൈസ തരാനാ ഈ കുടുംബം ഒരു കാലം കൊണ്ട് വെക്കാൻ പറ്റില്ല. ഈ കംപ്ലൈന്റ് സാധനങ്ങൾക്ക് ആരെങ്കിലും പൈസ കൊടുക്കും? മര്യാദക്ക് സംസാരിക്കണം. എന്റെ ഡബിൾ ടക്കർ 2 കൂടെ തൊലച്ചിട്ടും. എന്റെ പൊന്ന് സഹോദര, ഈ കംപ്ലൈന്റ് ആയ സാധനങ്ങൾക്ക് നമ്മൾ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? പിന്നെ പൈസ കൊടുക്കട്ടെ. പിന്നെ അവന്റെ പുൽക്കൂട് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പൈസ കൊടുക്കണ്ടേ? കളിക്കാതെ പൈസ കൊടുത്തിട്ട് പോകാറേ, പൈസ കൊടുത്തിട്ട് പോയി. എടി, ആ സാധനം കൊടുത്തിട്ട് പൈസ തിരിച്ചു പോയി. ചേട്ടൻ ഇങ്ങനൊന്നും അല്ലല്ലോ ചേട്ടാ ആദ്യം പറഞ്ഞത്. ചേട്ടന്റെ സാധനം ഞങ്ങളുടെ പൈസ ഇങ്ങനെ. അതെന്തോ ഏർപ്പാട്? ഏതെങ്കിലും കടയിൽ സാധനം വെച്ചിട്ട് ആ സാധനം ആ കടയിൽ തിരിച്ചു കൊടുക്കാമോ? അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? അയ്യോ, കണ്ട സംഭവം സമയമായപ്പോഴും അമ്മ രണ്ടും കൂടെ ഒന്നായി. ഇതാണ് ഞങ്ങളുടെ കച്ചവടം. നമ്മുടെ അപ്പച്ചൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സഹോദരങ്ങൾ എത്ര തമ്മിൽ തല്ലിയാലും ഒരാൾക്ക് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കണമെന്ന്. രക്തം രക്തത്തിനെ തിരിച്ചറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പൈസ തരണോ? 3000 രൂപ തരണം. ഞാൻ വെച്ചിട്ടുണ്ടോ? അതെ, രണ്ടുപേരും പോകാൻ വരട്ടെ. പൈസ തിരിച്ചു തരാനായിരിക്കും. ഇങ്ങ് വാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ മനോഹരമായ കുടുംബത്തിന് ഞങ്ങൾ കീരിക്കാടൻ ബ്രദേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. എനിക്ക് സങ്കടം വരുവാ. എനിക്ക് പോവാൻ തോന്നുന്നില്ല. മൈൻഡ് ചെയ്യണമെന്ന് നിനക്ക് പോവാൻ തോന്നുന്നില്ലേ? കിടന്നോ. അതിന്റെ സങ്കടമൊന്നല്ല, എനിക്ക് അതിന്റെ സങ്കടമല്ല. നമ്മളുടെ ഇത്രയൊരു പാർട്ടി ആഘോഷത്തിന്റെ ഇടയിൽ നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അതെന്താ ഷാജുനേട്ടൻ വന്നു. ഇന്ന് ക്രിസ്മസിന്റെ ആ ഒരു ആഘോഷത്തിന്റെ ഒരു കളർ വന്നപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു നമ്മുടെ ഒരു 2 അവാർഡ് ഉണ്ട്. മികച്ച ചളി, മികച്ച കൗണ്ടർ. പക്ഷെ അത് നമ്മൾ ഇന്ന് കൊടുക്കില്ല. പക്ഷെ നമ്മൾ ഇനി വരാൻ എല്ലാം ഞാൻ കരസ്ഥമാക്കിയെന്തോ. വേറെ സംഭവം അറിയോ? ഇന്ന് അണ്ണൻ വന്ന ദിവസം ആയതുകൊണ്ട് അഥവാ ഇന്ന് ചളി ഇട്ടൊരു അണ്ണനാണ് കാരണം എന്ന് പറയും. എനിക്ക് തന്നെ പേടിച്ചിരിക്കായിരുന്നു എനിക്ക് കിട്ടുമോ. പക്ഷെ അടുത്ത പ്രാവശ്യം നിങ്ങളും ഒരു കണ്ടന്റർ ആണ്. തീർച്ചയായിട്ടും എങ്കിൽ എല്ലായിടത്തോണ്ട് പോകും മിക്കവാറും. ഞാൻ വാരി കൊണ്ടുപോകും. തുടക്കം എങ്ങനെയുണ്ട്? ഗംഭീരം, പൊളി വൈബ് ആണല്ലോ. ഇതേ വൈബിൽ ഇനി നമ്മൾ വരും ദിവസങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും. 25-ാം തീയതി വരെ ആഘോഷമോ ആഘോഷമോ. Why so serious? Comedy Masters ഇനി full on fun.